ഹായ് സ്റ്റുഡൻസ്, ഷബീർ അലി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിൻ്റെ പേര് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. IPCCക്ക് ഉള്ള ഒരു ചെറിയ 5 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ആക്റ്റാണ്. CMA ഇൻ്റർമീഡിയറ്റിന് പഠിക്കാനുണ്ട്, അതേപോലെ CS എക്സിക്യൂട്ടീവിനും പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഈ ആക്ടിൻ്റെ ഉദ്ദേശം എന്താണ്? ഏത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും ആ നിയമത്തിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാവും, ഒരു പ്രിയാമ്പിൾ. ഈ നിയമത്തിൻ്റെ ഒബ്ജക്റ്റ് വളരെ സിമ്പിളാണ്. ഒരാൾ അയാളുടെ നല്ലൊരു കാലഘട്ടം ഒരു എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്ത് കാലക്രമേണ അയാൾക്ക് പ്രായമാവും. അപ്പം അയാൾ പിരിഞ്ഞു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാലോ അയാളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ അയാളുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു ലംസം എമൗണ്ട് ഗ്രാറ്റ്യൂഷ്യസ് ആയിട്ട് കൊടുക്കുക. ഗ്രാറ്റ്യൂഷ്യസ് മീൻസ് പ്രത്യേകിച്ച് തിരിച്ചൊന്നും കിട്ടാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ കൊടുക്കുന്ന സംഭവത്തിനെ നമുക്ക് ഗ്രാറ്റ്യൂഷ്യസ് അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി എന്ന് പറയാം. ഗ്രാറ്റ്യൂഷ്യസ് ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒരു പേയ്മെൻ്റ് ആണ് ഗ്രാറ്റുവിറ്റി. പക്ഷേ അത് എല്ലാ സ്ഥാപനത്തിലെ എംപ്ലോയറും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് അയാളുടെ നല്ല ജീവിതകാലം, നല്ല ആരോഗ്യമുള്ള സമയം ഒരാളുടെ കീഴിൽ പണിയെടുക്കുകയും കാലക്രമേണ അയാൾക്ക് വയസ്സായി കഴിയുകയും ചെയ്താൽ അതിനുശേഷം അയാളുടെ ജീവിതം കുറച്ചും കൂടി നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം ജോലി ചെയ്തതിൻ്റെ ഒരു ആനുകൂല്യം എന്നുള്ള നിലക്ക് എംപ്ലോയർ കൊടുക്കേണ്ട ഗ്രാറ്റ്യൂഷ്യസ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ് ഗ്രാറ്റുവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒരു ഗവൺമെൻറ് എന്ത് ചെയ്തു, ഇന്ത്യയിൽ മൊത്തം അതൊരു നിയമമാക്കി. നിയമത്തിന് പേര് കൊടുത്തു ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. എല്ലാ നിയമത്തിലുള്ളതുപോലെ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അപ്പോൾ എല്ലാ നിയമത്തിലുള്ളതുപോലെ ഇതിനും ഒരു ആപ്ലിക്കബിലിറ്റി പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കബിലിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് സിമ്പിളാണ്. ഈ നിയമം ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ബാധകമാവുക? എല്ലാ ഫാക്ടറിയിലും ഈ നിയമം ബാധകമാണ്. മൈന്, ഓയിൽ ഫീൽഡ്, പ്ലാന്റേഷൻ, റെയിൽവേ കമ്പനി, പോർട്ട്, ഇതൊക്കെ കുറച്ചുകൂടി ബ്രോഡായിട്ടുള്ളതാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ 10ൽ കൂടുതൽ ആൾക്കാർ പണിയെടുക്കുകയാണെങ്കിൽ 10ൽ കൂടുതൽ ആൾക്കാർ കഴിഞ്ഞ 12 മാസത്തിനിടയിൽ ഒരു ദിവസമെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ ഈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു എംപ്ലോയറുടെ ഉത്തരവാദിത്തമാണ് അയാൾ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത്, ചില സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ അല്ലെങ്കിൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ പിരിഞ്ഞു പോകുന്ന സമയത്തോ അയാൾ മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിനോ, കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്ന വേർഡ് നോമിനി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എനിവേ അയാളുടെ ലീഗൽ അയേഴ്സിനോ ഒരു ലംസം എമൗണ്ട്, ചുരുക്കി പറഞ്ഞാൽ അയാൾ പണിയെടുത്ത അത്രയും വർഷങ്ങളിൽ പിരിയുന്ന സമയത്തുണ്ടാകുന്ന അയാളുടെ സാലറിയെ ബേസ് ചെയ്തിട്ട് എത്ര വർഷമാണോ അയാൾ പണിയെടുക്കുന്നത് ആ പണിയെടുത്ത വർഷങ്ങളിലെല്ലാം ഒരു വർഷം അരമാസത്തെ സാലറി, ഏറ്റവും ചുരുക്കി പറയാണ്, ഒരു വർഷം പണിയെടുത്താൽ 15 ദിവസത്തെ സാലറി എംപ്ലോയിക്കോ അല്ലെങ്കിൽ അയാൾ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ ലീഗൽ അയേഴ്സ്, ദാറ്റ് മീൻസ് നോമിനിക്കോ കൊടുക്കണം എന്ന് ഉറപ്പിക്കുന്ന നിയമമാണ് ഇത്. ബട്ട് ഈ ആനുകൂല്യം കിട്ടണമെങ്കിൽ ദർ ഈസ് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ സിമ്പിളാണ്. പറഞ്ഞിരിക്കുന്നത് ഒരു തൊഴിലാളിക്ക് 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിലാണ് അയാൾ ഈ ഗ്രാറ്റുവിറ്റി കിട്ടാൻ എലിജിബിൾ ആവുക. ഒരു എംപ്ലോയിക്ക് 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിലാണ് ഗ്രാറ്റുവിറ്റിക്ക് അയാൾ അർഹനാവുക. പക്ഷേ അതിനിടയിൽ എംപ്ലോയി എന്നുള്ള വേർഡ് ഈ നിയമപ്രകാരം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും സിമ്പിളാണ്, കുറേ വലിച്ചുവാരി നമ്മൾ പഠിക്കേണ്ട, അക്കാഡമിക് പർപ്പസിനായതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എംപ്ലോയി മീൻസ് അതർ ദാൻ അപ്രൻറ്റീസ്. അയാൾ സ്കില്ലായിട്ടുള്ള ജോലിയോ അൺസ്കിൽഡോ ടെക്നിക്കലോ ഏത് വർക്ക് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആര് വരില്ല, ജോലി ഒരു കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്ത് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട ആൾക്കാരെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എംപ്ലോയി എന്ന് പറഞ്ഞ ഡെഫിനിഷനിൽ വരും. അപ്പോൾ എംപ്ലോയി എന്ന് പറഞ്ഞ ഡെഫിനിഷനിൽ വരികയും ആ സ്ഥാപനത്തിൽ ഗ്രാറ്റുവിറ്റിയുടെ നിയമം ആപ്ലിക്കബിളുമാണെങ്കിൽ ഒരു തൊഴിലാളിക്ക് 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ മുതലാളി, ദാറ്റ് മീൻസ് എംപ്ലോയർ, പിരിഞ്ഞു പോകുന്ന സമയത്ത് ലംസമായിട്ട് ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, ഗ്രാറ്റുവിഷ്യസ് ആയിട്ട് കൊടുക്കണം. അത് എത്ര കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ആർക്ക് കൊടുക്കണം? എനിവേ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് വേണമെന്നാണ്. എന്താണ് ഈ 5 ഇയർ കണ്ടിന്യൂസ് സർവീസ്? ഇത് പറയുമ്പോൾ ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് ഡെത്ത്, അയാൾ മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ പെർമനന്റ് ടോട്ടൽ ഡിസേബിൾമെന്റ് എന്ന് ചുരുക്കി പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, ജീവനുണ്ട് പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് പെർമനന്റ് ടോട്ടൽ ഡിസേബിൾമെന്റ്. ലോ ബേസ്ഡായിട്ട് പറയാണ്,
പെർമനന്റ് ടോട്ടൽ ഡിസേബിൾമെന്റ് മീൻസ് അയാൾക്ക് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അപകടം പറ്റിപ്പോയി പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാലോ ഈ 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ അയാൾക്ക് ബാധകമല്ല. ദെൻ 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഉള്ള എല്ലാ എംപ്ലോയിയും, ഇനി അതല്ലാത്ത കേസിൽ 5 വർഷം കണ്ടിന്യൂസ് സർവീസ് ഉള്ള ഒരു എംപ്ലോയി വിരമിച്ചു പോവുകയോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് റിട്ടയർമെന്റ് ആവുകയോ റെസിഗ്നേഷൻ കൊടുത്ത് പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് എംപ്ലോയർ എന്ത് കൊടുത്തിരിക്കണം? ഗ്രാറ്റുവിഷ്യസ് ആയിട്ട് ഗ്രാറ്റുവിറ്റി കൊടുത്തിരിക്കണം. ഈ 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വർഷം, ഒരു ഇയർ ബേസ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷം ചില സ്ഥാപനങ്ങളിൽ ഒരു ആഴ്ച 6 വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവും, ചില സ്ഥാപനങ്ങളിൽ ആഴ്ചയിൽ 5 ദിവസമേ വർക്കിംഗ് ഉണ്ടാവുള്ളൂ. 6 ദിവസം വർക്കിംഗ് ഡേയ്സ് ഉള്ള 6 വർക്കിംഗ് ഡേയ്സ് ഉള്ള വീക്ക് വരുന്നുണ്ടെങ്കിൽ, 6 വർക്കിംഗ് ഡേയ്സ് ഉള്ള വീക്ക് ആണ് വരുന്നതെങ്കിൽ ഒരു വർഷം അയാൾക്ക് കണ്ടിന്യൂസ് സർവീസ് ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 240 ഡേയ്സ് അയാൾ ആ വർഷം ജോലിക്ക് പോയിരിക്കണം. 240 ഡേയ്സ്. ഇനി 6 മാസത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ 120 ഡേയ്സ് അയാൾ എംപ്ലോയ്മെന്റിന് പോയാൽ മതി. ഇനി ചിലപ്പം 5 ഡേയ്സ് ഒരു വീക്കിൽ ചില സ്ഥാപനങ്ങളിൽ വർക്കിംഗ് ഉണ്ടാവുള്ളൂ, 5 ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ ഈ 240 ഡേയ്സിന് പകരം 190 ദിവസം അയാൾ ഹാജരായാൽ മതി. ദെൻ 6 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ 95 ഡേയ്സ് അയാൾ ഹാജരായാൽ മതി. കുഴപ്പമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പം കണ്ടിന്യൂസ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 5 വർഷം വേണമെന്നാണ്. നമ്മൾ കണ്ടിന്യൂസ് സർവീസ് നോക്കുന്നത് ഇയർ ബേസിലാണ്. ഇയർ ബേസ് കൗണ്ട് ചെയ്യുമ്പം എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇയർ ബേസ് കൗണ്ട് ചെയ്യുമ്പം ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് 6 വർക്കിംഗ് ഡേയ്സുള്ള ആഴ്ചയാണ് അയാൾക്ക് ജോലിയെങ്കിൽ ഒരു വർഷം 240 ദിവസം കൗണ്ട് ചെയ്യണം. 6 മാസത്തേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ 120 ഡേയ്സ് വേണം. ഇനി 5 വർക്കിംഗ് ഡേയ്സേ ഉള്ളൂ എങ്കിൽ, ഒരാഴ്ചയിൽ 5 വർക്കിംഗ് ഡേയ്സേ ഉള്ളൂ എങ്കിൽ 190 ഡേയ്സും 95 ഡേയ്സും മതി. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന ദിവസങ്ങൾ, താഴെ പറയുന്ന ദിവസങ്ങൾ അയാൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിലും ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ലോ അല്ലെങ്കിൽ ഈ ആക്ടിന്റെ ഭാഗമായിട്ട് താഴെ പറയുന്ന ദിവസങ്ങളിൽ അയാൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിലും ആ ദിവസങ്ങളിൽ അയാൾ വർക്ക് ചെയ്തതായിട്ട് കരുതും. അത് ഏതൊക്കെ ദിവസങ്ങളാണ്? ഒന്ന്, എല്ലാ കേസിലും ഉള്ള ഒരു സംഭവമാണ് ലീവ് വിത്ത് വേജസ്. ലീവ് വിത്ത് വേജസ് എന്ന് പറഞ്ഞാൽ അവധിയോടുകൂടി ശമ്പളമുണ്ട് പക്ഷെ ജോലിക്ക് പോകണ്ട, ലീവ് വിത്ത് വേജസ്. രണ്ടാമത്തത്, അയാൾക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് 1-2 ദിവസം പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയും വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പറഞ്ഞാണ് 1-2 എന്തെങ്കിലും അപകടം പറ്റുകയും ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അപകടം പറ്റുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ലീവും അയാൾ വർക്ക് ചെയ്തതായിട്ട് കരുതും. മൂന്നാമത്തത് ലേ ഓഫ് എന്ന് പറഞ്ഞ ടേമാണ്. ലേ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എംപ്ലോയറുടെ ഇനബിലിറ്റി, ദാറ്റ് മീൻസ് ജോലിക്കാരൻ ജോലിക്ക് വന്നിട്ടുണ്ട് പക്ഷേ എംപ്ലോയറുടെ ഇനബിലിറ്റി കൊണ്ട് അയാൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അതിന് താൽക്കാലികമായിട്ട് പറയുന്ന പേരാണ് ലേ ഓഫ്. ടെമ്പററി ആയിട്ട് വർക്കില്ലാത്തൊരവസ്ഥ. അവസാനം പറഞ്ഞിരിക്കുന്നത് വിമൺ വർക്കേഴ്സിനെ കുറിച്ചാണ്. വിമൺ വർക്കേഴ്സിനെ സംബന്ധിച്ച് മെറ്റേണിറ്റി, പ്രസവ സംബന്ധമായ ഒരു അവധി പറഞ്ഞിട്ടുണ്ട്. അത് 12 ആഴ്ചയാണ് പറഞ്ഞിട്ടുള്ളത്. ആ 12 ആഴ്ചയും അവർ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർ വർക്ക് ചെയ്തതായിട്ട് കരുതും. ഈ പറഞ്ഞ അങ്ങനെയുള്ള 5 വർഷം അയാൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ, വിരമിക്കുന്നതിന് മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്തിന് അർഹനാണ്? ഗ്രാറ്റുവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അർഹതയുള്ള ആളാണ്. ഇനി മരണത്തിന്റെ കേസിലും പെർമനന്റ് ടോട്ടൽ ഡിസേബിലിറ്റിയുടെ കേസിലും ഏത് ബാധകമല്ല? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമല്ല. 5 വർഷം കണ്ടിന്യൂസ് സർവീസ് ഇല്ലെങ്കിലും എംപ്ലോയർ അയാളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ അയാൾക്കോ ഗ്രാറ്റുവിറ്റി കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ. ഇനി ഇയാൾ മരണപ്പെട്ടു പോയാൽ ആർക്കാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്? ഈ നിയമത്തിലെ ഒരു പ്രധാന വശമാണ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ നിർബന്ധമായിട്ടും ഗ്രാറ്റുവിറ്റി ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു നോമിനിയെ പ്രിസ്ക്രൈബ് ചെയ്യാം, നോമിനിയെ എഴുതി കൊടുക്കാം. നോമിനി പക്ഷേ ഫാമിലിയിൽപ്പെട്ട ആളായിരിക്കണം. നോമിനി ആരായിരിക്കണം? ഫാമിലിയിൽപ്പെട്ട ആളായിരിക്കണം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും നോമിനിയെ വെക്കാം, പക്ഷെ നോമിനി എവിടെയുള്ള ആളായിരിക്കണം? ഫാമിലിയിൽപ്പെട്ട ആളായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നോമിനി ആദ്യം മരണപ്പെട്ടു പോവാം, വേണമെങ്കിൽ നോമിനിയെ മാറ്റാം, കുഴപ്പമില്ല. ഇനി ഇയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്കിട്ട്. ഇനി ഇയാൾ വിരമിക്കുന്നതിന് മുമ്പ്, അതായത് ഇയാളുടെ വിരമിക്കുന്ന സമയത്ത് ഇയാൾ ജീവനോടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എംപ്ലോയിക്ക് തന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യണം? ഗ്രാറ്റുവിറ്റി കൊടുക്കണം. ഇതാണ് നിയമം പറയുന്നത്. ഇനി ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എംപ്ലോയിക്ക്
ഒരു നോമിനിയെ വെക്കുന്നതിന് കുഴപ്പമില്ല. നോമിനിയെ വെക്കുക ഒരു നിയമപ്രകാരമുള്ള ആനുകൂല്യമാണ്. പിന്നെ എപ്പോഴാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കാനാവുക, ഡ്യൂ ആവുക? ഇയാൾ ഒന്നുകിൽ ഇയാളുടെ റിട്ടയർമെന്റ്, അല്ലെങ്കിൽ ഇയാളുടെ ഡെത്ത്, അല്ലെങ്കിൽ ഇയാൾ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്ന സമയങ്ങളിൽ. പക്ഷേ ഗ്രാറ്റുവിറ്റി കൊടുക്കാതെ പിടിച്ചു വെക്കാനുള്ള അവകാശം മുതലാളിക്കുണ്ട്. ഗ്രാറ്റുവിറ്റി ചില സിറ്റുവേഷനിലായിരിക്കും കൊടുക്കേണ്ട, ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ തൊഴിലാളിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? അതിനെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഫോർഫീച്ചർ, സെക്ഷൻ 4 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഫോർഫീച്ചർ ഓഫ് ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഭാഗികമായിട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് എന്ത് ചെയ്യാം, കൊടുക്കാനുള്ള ഗ്രാറ്റുവിറ്റി കംപ്ലീറ്റ് പിടിച്ചു വെക്കാം, എംപ്ലോയർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. പക്ഷേ അതിനൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ളത്, ഒരു എംപ്ലോയിയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കണം, ടെർമിനേറ്റ് ചെയ്യണം, ഡ്യൂ ടു, എന്ത് കാരണം കൊണ്ട്, ഡ്യൂ ടു ഓൺ അക്കൗണ്ട് ഓഫ് ഫ്രോഡ്, ചതി, അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ, അല്ലെങ്കിൽ മോറൽ ടർപ്പിറ്റ്യൂഡ്, അല്ലെങ്കിൽ വിൽഫുൾ നെഗ്ലിജൻസ്, വിൽഫുൾ മനഃപൂർവ്വമുള്ള അവഗണന, സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇയാൾ അവഗണന കാണിച്ചു കഴിഞ്ഞാൽ ആ കാരണം കൊണ്ട് ഇയാളെ പിടിച്ച് പുറത്താക്കുകയാണെങ്കിൽ ഇയാൾക്ക് പിന്നെ എന്ത് കൊടുക്കണ്ട, മുഴുവൻ, അതിനെ കൊണ്ട് സ്ഥാപനത്തിന് എത്രയാണോ നഷ്ടമുള്ളത് ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഇയാളുടെ ഗ്രാറ്റുവിറ്റി മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ പിടിച്ചു വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ദെൻ ഗ്രാറ്റുവിറ്റി എപ്പോൾ കൊടുക്കണം, എപ്പോഴാണ് ഡ്യൂ ആവുക? സിമ്പിളാണ്, ഒന്നുകിൽ ഇയാൾ വിരമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രാറ്റുവിറ്റി എപ്പോൾ കൊടുക്കണം. ഇനി സാധാരണഗതിയിൽ അതിനൊരു മന്തിനുള്ളിൽ കൊടുക്കണം എന്നാ പറയാം. ഡ്യൂ ആയി കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ കൊടുക്കണം. ഓക്കെ, അഥവാ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനൊരു സിമ്പിൾ ഇൻട്രസ്റ്റും കൂടി ഉണ്ടാവുന്നതായിരിക്കും. ആ പറഞ്ഞ സമയത്തിനുള്ളിൽ കൊടുത്തിട്ടില്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നിയമം പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രാറ്റുവിറ്റി ഒരു മുതലാളി ഒരു തൊഴിലാളിക്ക് സമയബന്ധിതമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, ദെൻ തൊഴിലാളി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ റവന്യൂ റിക്കവറി എന്ന് പറഞ്ഞ റിക്കവറി, അതായത് കോടതി ഇടപെട്ടിട്ട് എംപ്ലോയറുടെ പ്രോപ്പർട്ടിയൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കാനുള്ള വകുപ്പൊക്കെ ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ബട്ട് ഈ സെക്ഷൻ 13 ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി ഒരിക്കലും വേറൊരാളുടെ കയ്യിലേക്ക് എത്തില്ല, അർഹതപ്പെട്ട ആളുടെ കയ്യിലല്ലാതെ. കോടതി വിധി ഉണ്ടെങ്കിൽ പോലും അത് വേറൊരാളുടെ കയ്യിൽ എത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 13. ഗ്രാറ്റുവിറ്റി കനോട്ട് ബി അറ്റാച്ച്ഡ് എഗെയിൻസ്റ്റ് ഈവൻ ബൈ എ കോർട്ട് ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോടതി ഇടപെട്ടാൽ പോലും അല്ലെങ്കിൽ കോടതിയുടെ വിധി ഉണ്ടെങ്കിൽ പോലും ഗ്രാറ്റുവിറ്റി, എനിക്ക് കിട്ടാനുള്ള ഗ്രാറ്റുവിറ്റി എപ്പോഴും എനിക്ക് തന്നെ കിട്ടുള്ളൂ. അതൊരു എംപ്ലോയർക്ക് വേറൊരാളുടെ കയ്യിലേക്ക് കൊടുക്കാനുള്ള ഒരു അധികാരവും ഇല്ല, അത് പിടിച്ചെടുക്കാൻ പറ്റില്ല. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലൊക്കെ പറയുകയാണെങ്കിൽ സെക്ഷൻ 13 ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊന്ന് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ ഉണ്ടെങ്കിൽ പിന്നെ ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഇതാണ് ഓവറോൾ ഒരു ഗ്രാറ്റുവിറ്റിയുടെ കാര്യം. ഇനി ഗ്രാറ്റുവിറ്റി എങ്ങനെ കൊടുക്കണം? കറൻസി ഓർ കോയിൻസ്, ഇന്ന് വിനിമയ മൂല്യമുള്ള കറൻസിയോ കോയിൻസോ ആയിട്ട് കൊടുക്കണം. അത് നിയമമാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ആണ്. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാണ്? എംപ്ലോയി മീൻസ് അതർ ദാൻ അപ്രന്റീസ് ആണെന്ന് പറഞ്ഞു. സാലറിക്ക് പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. ഇനി എങ്ങനെയാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ട എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക? ഓരോ വർഷവും ഓരോ കംപ്ലീറ്റഡ് ഇയറിലും, അല്ലെങ്കിൽ ഒരു വർഷം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു 18 വർഷവും 7 മാസവുമാണ് പണിയെടുത്തിട്ടുള്ളത് എങ്കിൽ അത് 19 വർഷമായിട്ട് കണക്ക് കൂട്ടാം. 19 വർഷമായിട്ട് കണക്ക് കൂട്ടും. 6 മാസത്തിൽ കൂടുതലുള്ള പീരീഡിനെ നമ്മൾ ഒരു വർഷമായിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അപ്പോൾ 18 കൊല്ലവും 7 മാസവും പണിയെടുത്താൽ നമ്മളത് 19 വർഷമായിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. ഓരോ കംപ്ലീറ്റഡ് ഇയറിനും 15 ഡേയ്സിന്റെ സാലറിയാണ് കൊടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. 15/26 ഇൻറ്റു ലാസ്റ്റ് ഡ്രോൺ സാലറി എന്നുള്ള വേർഡില്ല, വേജസ് എന്നുള്ള വേർഡാണ് ഉണ്ടാവുക. ലാസ്റ്റ് ഡ്രോൺ വേജസ് ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആൻഡ് പാർട്ട് ഇൻ എക്സസ് ഓഫ് 6 months എന്നാണ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പം ഇയാൾ 19 വർഷമാണ് പണിയെടുത്തെങ്കിൽ ഓരോ വർഷവും ഒരു 15 ഡേയ്സിന്റെ സാലറി. ഇനി ചില സ്ഥാപനങ്ങളിൽ സീസണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 15/26 വരില്ല, പകരം 7/26 വരും. സീസണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണെങ്കിൽ ഗ്രാറ്റുവിറ്റി അയാൾക്ക് കൊടുക്കേണ്ടതും കാണേണ്ടതും കണ്ടുപിടിക്കേണ്ടതും 7/26 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഫോർമുലേറ്റ് ചെയ്യുക. അത് വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ബന്ധപ്പെടാം. വാട്സപ്പ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ആയിട്ടോ ഇടുകയാണെങ്കിൽ സമയം പോലെ അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.